ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇവളൊരു ഇങ്ങനൊരു കുട്ടിയൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ പോലത്തെ ഒരു സംഭവമായിട്ട് വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ചിലപ്പോൾ ലൈറ്റ് കുറവായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിരിക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എമർജൻസി വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ സാധനമില്ല ഗൈസ്, മഴയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കാസർഗോഡ് ജില്ലയിൽ അവധിയായിരുന്നു കേട്ടോ, മഴ കാരണം. അപ്പോൾ പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. പെട്ടെന്ന് എൻ്റെ തലയിൽ ഉദിച്ചതാണ്. അപ്പോൾ ഇതൊരു എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗിവ് അവേ എന്നാണ് ഞാൻ ഇതിന് എൻ്റേതായ രീതിയിലൊരു പേരിട്ടിട്ടുള്ളത്. ഈ വീഡിയോ ഞാനിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിൽ എൻ്റെ താഴെ ഞാനടക്കം എൻ്റെ ഫ്രണ്ട്സിൽ 9 പേരാണുള്ളത്. അപ്പം ഞാനില്ലാതെ ബാക്കി 8 പേരുണ്ട്. ആ 8 പേരും എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടണം. ആ കമൻ്റ് ഇട്ടതിൽ ഞാൻ 3 ആളെ സെലക്ട് ചെയ്യും. അതായത് എനിക്കിഷ്ടമില്ല പോലെയല്ല ഞാൻ സെലക്ട് ചെയ്യുന്നത്, കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 200 ഗിവ് അവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നതിലധികം ആൾക്കാരും ഉള്ളത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്, ഫ്രണ്ട്സും ഫാമിലിയും. അപ്പോൾ ഫാമിലി ഗിവ് അവേ കൊടുക്കാൻ ഞാൻ കൊടുക്കാറുണ്ട്. അത് എൻ്റെ ഫാമിലിയിൽ കസിൻസിന് ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്, ഫ്രെയിം. അപ്പോൾ അവർക്ക് പിന്നെ ഞാനൊരു ഗിവ് അവേ നടത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെപ്പോൾ നടത്താമല്ലോ ഫ്രണ്ട്സിൽ. അപ്പോൾ ഞാനൊരു ഗിവ് അവേ നടത്താൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിനി നിങ്ങൾക്ക് ഇതിങ്ങനെയും ഊരിയെടുക്കാം, വേണമെങ്കിൽ മുകളിലെ ഉണ്ടോ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിലെ ഇടാനും ഊരാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്നായതുകൊണ്ട് ഇതിങ്ങനെ കയറ്റാൻ കഴിയും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തരും, ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ ഇവരുടെ പേരെഴുതിയിട്ട് ഇപ്പോൾ എന്താണ് പേര്, ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പേരെഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ അവരെ പേരെന്താണോ അത് ഞാൻ എഴുതിയിട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൈ കൊണ്ട്, അതായത് ഹാൻഡ് മെയ്ഡായിട്ടുള്ള സാധനങ്ങൾ തന്നെ കൊടുക്കാനാണ്. അപ്പോൾ ഈ ഗിവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കണം. ഞാനിത് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അവരിൽ കമൻ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച അല്ലേ, ഞാൻ വ്യാഴാഴ്ച ഗിവ് അവേൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ കമൻ്റ് ഇടുക. 8 ആളാണുള്ളത് ടീമിൽ. അപ്പോൾ ഇടുക. ആ കമൻറ്റിൽ തന്നെ ഇനി ഇത് കൂടാതെ വേറെ എന്താണ് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളത് വേണ്ടതെന്നും കൂടി കമൻ്റ് ഇടുക കേട്ടോ. ചെയ്തതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല കേട്ടോ. സ്റ്റിക്കേഴ്സൊന്നും വാങ്ങിയിട്ട് തരാനല്ല. നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചിട്ട് 3 ആൾക്കാണ് ഞാൻ കൊടുക്കാതെ പറയാൻ വിട്ടുപോയി, പറഞ്ഞിരുന്നു എൻ്റെ ഇടയ്ക്ക്. അതായത് 3 ആൾക്കാണ് ഞാൻ ഈ ഗിവ് അവേ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഒന്ന് ഇതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് ബാക്കി 2 വേണ്ടത് എന്ന് നിങ്ങൾ പറയാം. അത് ഞാൻ ചെയ്തിട്ട് ആ സംഭവം ഞാൻ ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. അത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ ചെയ്തിട്ട് തരുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇപ്പോൾ ഇത് ആയതുകൊണ്ട് എൻ്റെ അടുത്ത ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സിലൊക്കെ കാണാമല്ലോ, അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇട്ടതിന് ശേഷം ഞാൻ അതിൽ നിന്ന് റാൻഡമായിട്ട് 3 പേരെ സെലക്ട് ചെയ്യും. 3 or 4 തീരുമാനിച്ചില്ല. ഇപ്പോൾ ഞാൻ 3 ഉറപ്പിക്കാം. 3 പേര് സെലക്ട് ചെയ്യും. അപ്പോൾ ആ 3 പേർക്ക് ഞാൻ ആക്കി എന്തെങ്കിലും സംഭവം കൊടുക്കും. അപ്പോൾ നിങ്ങൾ വേറെന്താ പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ ചിത്രം വെച്ച് തരണോ, അല്ല ഇതിലേ വരാം സൈഡിൽ വരണം, ഈ ഒരു വേർഡ് വെച്ച് തരണോ, അല്ല നിങ്ങളുടെ നെയിം എഴുതിയിട്ട് തരണമെന്ന് പറയാം ഈ ഒരു ഫ്രെയിമിൽ. വേറെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ഇതുപോലെ ഇപ്പം ഞാൻ വെച്ച് കാണിച്ചതാണ്. ഒരു പൗഡറിൻ്റെ ഇതിന് വെച്ച് കാണിച്ചത്. നമുക്കിപ്പോൾ നിങ്ങളുടെ ഡെസ്കിൽ ഇതുപോലെ എന്താ പറയുക, വാളിനോട് അടുപ്പിച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ. പിന്നെ ഇങ്ങനെ
ഞാനന്ന് കുറേ പോളറോയിഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ഇതായിട്ട് കമൻറ്റ് ഇട്ടാലും മതി. എന്താ ഗിഫ്റ്റ് വേണ്ടതെന്നുള്ളതായിട്ട് കമൻറ്റ് ഇട്ടാലും മതി. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കണ്ട ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടവരെയാണ് ഞാൻ കൊടുക്കുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ കമൻറ്റ് പിക്കർ വഴിയാണ് കേട്ടോ എടുക്കുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സിലിപ്പോൾ എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആമിയാണ്. അപ്പോൾ അവൾക്കായിട്ടാണ് കൊടുക്കുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അതായത് ഞാൻ കമൻറ്റ് പിക്കർ വഴി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക. ഏത് ഗിഫ്റ്റാണ് ഇനി ബാക്കി 2 എണ്ണം വേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യുക. ഞാൻ വ്യാഴാഴ്ചയാണ് ഇത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അവർക്ക് നേരെ ക്ലാസ്സിൽ പോയിട്ട് വെള്ളിയാഴ്ച കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാം. ഓക്കെ, ബൈ.